ഞാൻ UDC കാത്തു നിൽക്കുകയായിരുന്നു. അയ്യോ എന്നെയോ? കുമാരി പേടിക്കാതെ, എന്റെ സ്വഭാവം അറിയാലോ. ഉത്തരവാദിത്തങ്ങൾ ബാക്കി വന്നാൽ എനിക്ക് ആകെ ഒരു വിഷമമാണ്. ഫയലുകളൊക്കെ ഈ ആഴ്ച തന്നെ ശരിയാക്കി അയക്കാം സാർ. ജോലി കൂടുതലും കൊണ്ടാ താമസം വന്നത്. അയ്യേ, ഞാൻ പറഞ്ഞു വന്നത് ബാലന്റെ കാര്യമാ. ഞാനിതെങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു സാർ. എന്ത് കാര്യം? കല്യാണത്തിന്റെ. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. ബാലന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്തിനെതിരെ നിൽക്കണം? മുറപ്പെണ്ണാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവന് ഒരേ വാശി. സാർ, ഈ സാറെന്നുള്ള വിളി നിർത്തണം. മനസ്സിലായില്ല. അവൾ മരിച്ചിട്ട് 10-12 വർഷമായെന്ന് കുമാരിക്ക് അറിയാമല്ലോ. ഇന്നേ വരെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. ഇനി ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വലിയ ആർഭാടമൊന്നുമില്ലാതെ നമ്മുടെ വിവാഹം അങ്ങ് നടത്താം. എന്താ? ഗുഡ് ഈവനിങ് സാർ. എന്താ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല. ആരാ? ആരുമല്ല. അനാഥയാ? എന്നാ തോന്നുന്നു. എന്നാ വിളിക്കാം. എന്താ കൈകൊണ്ടെന്താ? വിളിച്ചതാ. എന്താ വിളിച്ചതാ? കുട്ടിയോട് വരൂ, ഇവിടെ വരൂ, ധൈര്യമായിട്ട് വന്നോളൂ. ഇതാരത്? UDC. UDC-യാ? ഇയാള് മുത്തച്ഛനാ? സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ഓഫീസിലെ. എടോ, തനിക്ക് ഇത്ര പ്രായമായാലോ? മൂത്ത് നരച്ചില്ലേ? റോട്ടിലിട്ട് പെൺകുട്ടികളുടെ ചാടി കളിക്കാ? അല്ല, ഞാൻ ബസ്സിന് വിടാനേ. സാറ് പറഞ്ഞു പിന്നിലി കുട്ടി പിടിക്കുന്നു. കുമാരി വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നോളൂ കേട്ടോ. ഇരിക്കോ? അതിനെന്താ? എവിടെ വീട്? ചവറ. ക്ഷമിക്കണം, ആളറിയാതെ. എന്താ ഇത്? എടാ പ്രസിഡന്റ്, കള്ളനെ കൈ പിടിച്ചിരുത്തതി. അമ്മേ, ഈ ഡോക്ടറുടെ അമ്മാവനാണ്. നമ്മുടെ ഡോക്ടറുടെ അമ്മാവനാണെന്ന് അത് കണ്ടപ്പോഴേ തോന്നി. എന്നിട്ടാ ഇങ്ങനൊക്കെ ചെയ്തത്? ഓട്ടെ, സാരില്ല, വയസ്സായ ആളല്ലേ. എന്താ പറഞ്ഞേ? എന്താ അമ്മ ഇങ്ങോട്ട് വരും, അവരോട് സംസാരിച്ചിരിക്കട്ടെ. എന്തൊരു ബലം. പ്രസിഡന്റ് ഇരിക്കും. സിംഗപ്പൂരിൽ എങ്ങനെയാ? കൃഷിയൊക്കെ ഉണ്ടോ? പിന്നെ അവിടെ 2 വിളവാ. ഒന്ന് മുണ്ടകനും ഒന്ന് അതുപോലെ വേറെ ഒന്നും. അല്ല, എത്ര പറ നെല്ല് കിട്ടും? അവിടെ ഈ പറക്കണക്കൊന്നുമില്ല. തൂക്ക കിലോ, കിൻഡല്, ടണ്ണ് ഇങ്ങനെ പോവും. ചായ എടുത്തു വെച്ചിരിക്കുന്നു, അകത്തോട്ടിരിക്കാം. ചായ എടുത്തു വെച്ചിരിക്കുന്നു. അകത്തോട്ട് വരാം. നിന്നേ, നിക്ക ബാല. ബാല, അത് പിന്നെ എങ്ങനാ? ഒറ്റയ്ക്ക് UDC കണ്ട് 2 വർത്തമാനം പറയാന്ന് വിചാരിച്ചാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. 2 കൊട്ടിക്കോളൂലേ പശ പോലെ? മോനെ, വേറൊരു വിചാരത്തോടു കൂടി അല്ല മോനെ. ഒരു തമാശ, അത് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ? ബാ ഉൽപ്പു. അല്ല നേതാവേ, നമുക്കിനി യവനുമായിട്ടുള്ള കമ്പനി വേണ്ട. എന്നാലും ഞങ്ങളോട് ഇത് പറയാൻ തോന്നിയല്ലോടാ. അപ്പോഴേക്കും പിണങ്ങിയോ? എന്റെ കാര്യം നിങ്ങളോടല്ല വേറെ ആരോടാ പറയുക? അച്ഛൻ അവളുടെ പറയുകയാണെന്ന് ശല്യപ്പെടുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളോട് കോട്ടെ കാണപ്പാ, പാവല്ലേ. ദേ വരുന്നു UDC.
ചെല്ല്, ഞങ്ങൾ ഇനി ശല്യപ്പെടുത്താൻ വരുന്നില്ല. ചെല്ലി വേഗം ചെല്ലി. ഒരുപാട് നാള് കല്യാണ സദ്യ ഉണ്ടിട്ട് ഈ ചെല്ലി പാല പോ പോ, പോ. കുമാരി, അവരൊക്കെ ഇപ്പൊ നമുക്ക് ഫുൾ സപ്പോർട്ടാ. എന്നോടൊന്നും പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. എന്താ മുറപ്പെണ്ണെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിഞ്ഞോളൂ. ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ല. മുറപ്പെണ്ണോ? എന്താ ഞാൻ ഇത് ഹായ്, ഡോക്ടർ അമ്മാവനല്ലേ? അതെ, പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അതിനെന്തെങ്കിലുമൊക്കെ തന്നെ പരിചയപ്പെട്ട് വരും അതെ, കൂട്ടല്ലേ. അല്ല കുമാരി, ഒന്നാമത് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ സിംഗപ്പൂർ മലേഷ്യ ഒക്കെ അല്ലേ. എങ്ങനെ ട്രാവൽ ചെയ്യും ഈ ഫ്ലൈറ്റ് ആക്സിഡന്റ് കാരണം? എനിക്ക് പിന്നെ സ്വന്തമായിട്ട് കപ്പലും വിമാനമൊക്കെ ഉള്ളതുകൊണ്ട് സാരില്ല. സാധാരണക്കാരൻ എന്ത് ചെയ്യും? സാർ, ഉൽപ്പലാക്ഷരം കൂട്ടൻ കാണാൻ വന്നിരിക്കുന്നു. ആ, അവരോട് വരാൻ പറയൂ. നീ ഉണക്ക്, അല്ല, ഞാൻ അവിടെ നിക്കടേ. ഡോക്ടർ വിളിക്കുന്നു. ഉം. സുപ്രഭാതം ഡോക്ടർ. ആ, നമസ്കാരം. ഇരിക്കൂ, ഇരിക്കൂ. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ. ആ, എന്താ? ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. പറയൂ. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഡോക്ടറോട് യാതൊരു വിരോധവും ഇല്ല. ആ പ്രസിഡന്റിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ചില ഈശാപോശയൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ പിന്നെ ഫ്രണ്ട്സ്, എന്തോ? sit down, sit down, sit down. എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ചീട്ട് കളിക്കാനും കവലയിൽ ചുറ്റിത്തിരിയാനും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. യുനോ, ഹെഡ ഖലന്താറിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ DIG ഒക്കെ ആയിരുന്നു എന്റെ കമ്പനി. ഇവിടുത്തെ സ്റ്റാറ്റസ് ഇല്ലാത്ത കുറെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ കറവ പറ്റിയ പശുക്കളെ എന്താ ചെയ്യുക? കട്ട് ചെയ്യണം, എന്താ? അറക്കാൻ കൊടുക്കണം. ആ, അതുപോലെ കറവ പറ്റിയ ഒരു പശു അല്ലേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ആരും എഡ്യൂക്കേറ്റഡ്? നാണപ്പൻ പഞ്ചായത്ത് മെമ്പറ. എന്താ? വാട്ട് ഹാപ്പൻ? വൈ ആർ യു ക്രൈയിങ് ഉൽപ്പൻ? സാർ, ഈ പാവം ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇതിന്റെ പ്രസിഡന്റ് ആകാൻ കോച്ച് നടക്കുന്ന ആളാ. അതെങ്ങനെ? പ്രസിഡന്റ് പുല്ല് തിന്നത്തുമില്ല, പട്ടിയെ വിട്ട് തീറ്റിക്കത്തുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതെ, പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ മുതൽ പഞ്ചായത്തിന്റെ നടക്കൽ ഞങ്ങൾ ഒരു സത്യാഗ്രഹം ആരംഭിക്കാൻ പോവുക. ഡോക്ടർ ആ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു തരണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ. സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നാട്ടുകാരും 10 മെമ്പർമാരും ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോരും. ഓഹോ, അതാണോ കാര്യം? ആ, ഈ കരഞ്ഞു കാണിക്കലും നാടകങ്ങളും ഒന്നും എന്റെ അടുക്ക വേണ്ട. എടോ, കർമ്മം ചെയ്യണം. ഒന്നുകിൽ കുറെ പുസ്തകങ്ങൾ വായിക്കണം. നോളജ് ഈസ് പവർ. अपने अंधे माता पिता को कामर में बैठ करते तीर्थयात्रയിലെ ചിത്ര देखा. 1857 മെയ് 10-ാം തീയതി മീററ്റിലെ പട്ടാളക്കാർ ഒന്നടങ്കം വിളകി. ഒരു പെണ്ണിന്റെ പിന്നാലെ റാണി സംയുക്ത യുറേക്ക യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരുത്തൻ കുളിമുറിഞ്ഞ് എഴുന്നേറ്റോടി. ആർക്കമിഡീസ് അശോക ചക്രവർത്തി ചോലമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. രാജാറാം മോഹൻ റായ് സതി സമ്പ്രദായം നിർത്തലാക്കി. അങ്ങനെ എന്തെങ്കിലും നിർത്തലാക്കിയിട്ട് ഇങ്ങോട്ട് വരൂ. പ്രസിഡന്റ് ആവാൻ വന്നിരിക്കുന്നു.